സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അതായത് നരകത്തീയാൽ സൃഷ്ടിക്കപ്പെട്ട, അതായത് അതികഠിനമായ നരകം എന്താണ്? ദേഹേച്ഛകൾ കൊണ്ട് വഹുജിബത്ത്, അവനിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനിഷ്ടകരമായ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മളോട് നിർബന്ധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് എന്താണ്? സ്വർഗവും വഹുജിബത്ത്, അവനിൽ എന്താണ്? ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കം പറഞ്ഞ ദേഹേച്ഛകൾ കൊണ്ട് ഒരുവന് നരകവും, അതുപോലെ തന്നെ എന്താണ്? ദേഹേച്ഛകൾ കൊണ്ട് നരകവും. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം എന്താണെന്ന്. ചുരുക്കം പറഞ്ഞാൽ ദേഹേച്ഛകൾ കൊണ്ട് ഒരുവന് നരകവും, അനിഷ്ടകരമായ, അതായത് നല്ല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗവും അവന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്താണ് പ്രിയപ്പെട്ടവരെ ദേഹേച്ഛ എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അള്ളാഹു അവന്റെ റസൂലും എതിർത്ത കാര്യങ്ങള് അസൂയ, പക മുതലായ കാര്യങ്ങളാണ്. ഇവകളെ എന്ത് ചെയ്യണം? നമ്മുടെ നെഫ്സുകളിൽ നിന്ന് പാടെ നമ്മൾ വെടിയണം. അതിനെ കടിഞ്ഞാനിട്ട് പിടിച്ച് നമ്മൾ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ നാം പഠിക്കണം. അപ്പോ ദേഹേച്ഛ എന്തെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നെഫ്സ്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ നെഫ്സ് എപ്പോഴും തെറ്റ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്നത്. നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യുന്നതിലേക്കാണ് കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ തോന്നുന്ന ആ തിന്മകളെ പിടിച്ചു നിർത്തണം. ഇതാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. ഈ ആഗ്രഹത്തിന് പറയുന്ന ഒരു പേരാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. അതിനെ കടിഞ്ഞാനിട്ട് പിടിക്കാൻ നമ്മൾ പരിശീലിക്കണം. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ പവർ അവൻ തെളിയിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ നഫ്സിന് ഇഷ്ടം തോന്നുന്ന മോശമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്നതിനാണ് ദേഹേച്ഛ എന്ന് പറയുന്നത്. ഇത് പാടെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിടിഞ്ഞില്ല എങ്കിൽ നരകം നമുക്ക് നിർബന്ധമാകും. അതിന് എന്ത് ചെയ്യണം? നമുക്ക് ക്ഷമ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഈ ദേഹേച്ഛ എന്ന് പറയുന്ന ഈ ഒരു